ദാവീദിന്റെ അവസാന വാക്കാണ് ദാവീദിനെ തിരിച്ചു വരുത്തിയത്. എൻ്റെ മക്കൾ മറന്നു പോകരുത്. നമ്മുടെ പിതാക്കന്മാരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരും നമുക്ക് മുമ്പേ ജീവിതം ജീവിച്ചു തീർത്തവരെ, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരെ, അവരെല്ലാം വിജയിച്ച വാക്കാണ് എന്താ? കർത്താവ് തിരുമനസ്സാണെങ്കിൽ ദാവീദ് തിരിച്ചു വരും. ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം. അതാണ് കുറിപ്പ്. അല്ലെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം. ഒരു ചത്ത പട്ടിയെപ്പോലെ ആയ വരുമ്പോഴും കർത്താവിന് തന്നെയാണ് ദാവീദ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ദാവീദ് തിരിച്ചു വന്നു. കർത്താവ് അബ്സലോമിൻ്റെ കുടുംബിക്ക് പിടിച്ച് തൂക്കി നിർത്തിയിട്ട് പറഞ്ഞ് വെട്ടാന്ന് പറഞ്ഞ് വെട്ടി. ദാവീദ് തിരിച്ചു വരും. പക്ഷെ ദാവീദ് തിരിച്ചു വരുത്തിയ എന്താണ്? കർത്താവിൻ്റെ വാക്കിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അതായത് എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഞാൻ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കും? എൻ്റെ കർത്താവിന് കൊടുക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയും. അതാണ് ദാവീദ് തിരിച്ചു വന്നത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. എൻ്റെ ദൈവവേദന ഇത് തന്നെയാണ് ജീവിതം. അതെന്താണ്? ഒന്നാം പ്രമാണമാണത്. ദാവീദ് എന്താ? അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അതെന്താണ്? ഒന്നാം പ്രമാണമാണത്. നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എൻ്റെ കസേരയെക്കാളും സിംഹാസനത്തെക്കാളും വലുതാണ് ദൈവമേ നീ എനിക്കെന്നല്ലേ ദാവീദ് പറയാതെ പറഞ്ഞത് അല്ലേ? എൻ്റെ സിംഹാസനത്തെക്കാളും രാജ്യത്വത്തെക്കാളും വലുതാണ് ദൈവമേ നീ എനിക്കെന്ന്. എൻ്റെ കർത്താവ് ദൈവം നീയാണ്, സിംഹാസനമല്ല രാജപദവിയുമല്ലെന്നാണ്. ഒന്നാം പ്രമാണമാണല്ലോ തെറ്റു പറഞ്ഞത്. പ്രമാണങ്ങളെല്ലാം ഇതിനുള്ളതാണ്, ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ളതാണ്. അതിൻ്റെ പേരാണ് വിശ്വാസം അല്ലേ? ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത്. അതാണ് ദാവീദ് തിരിച്ചു വന്നതിൻ്റെ തന്ത്രമെന്ന് പറയണത്. ഒന്നാം പ്രമാണം എന്താ? കർത്താവ് തന്നെ പറഞ്ഞില്ലേ, എന്നേക്കാൾ ഉപരി ഒന്ന് പറഞ്ഞേ, സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. വാക്കിന്റെ പോക്ക് വേണ്ട. എന്നേക്കാൾ ഉപരിയായി സ്വന്തം സഹോദരനെയോ സഹോദരിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനോ എനിക്ക് യോഗ്യനല്ല. അതിന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ മത്തായിയുടെ സുവിശേഷമാണ് 10-ാം അധ്യായം 37-ാം വാക്യവാ. എന്നേക്കാൾ ഉപരി സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയേക്കാൾ വലിയവനായിരിക്കണം കർത്താവ് നിനക്ക്. നിൻ്റെ ഉദ്യോഗത്തെക്കാളും ജോലിയെക്കാളും ആരോഗ്യത്തെക്കാളും വലിയവനായിരിക്കണം കർത്താവ് നിനക്ക്. നീ ഇപ്പം എന്താണ് ചെയ്യണത്? ദൈവവേദന നീ പറയാതെ പറയുകയാണ്, കർത്താവേ നിന്നേക്കാൾ വലുതാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമെന്ന്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് പറയുമ്പോൾ ആരാണ് ദൈവം? മദ്യപിക്കാത്തൊരു ഭർത്താവാണ് നിന്റെ ദൈവം, അല്ലാതെ കർത്താവല്ല നിന്റെ ദൈവം. കർത്താവാണ് നിന്റെ ദൈവമെങ്കിൽ നിന്റെ ഭർത്താവിനൊക്കെ വലുതായി കർത്താവിനെ നീ സ്നേഹിക്കുമായിരുന്നു. സ്വന്തം കുരിശെടുക്കാത്തവനും എൻ്റെ കൂടെ വരാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ആരാണ്? കുരിശാണ് ദൈവം, കുരിശാണ് രക്ഷ. നിന്റെ സഹനങ്ങളെ കർത്താവിന്റെ നാമത്തിലെടുത്താൽ നീ ഒന്നാമത്തെ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ആരാണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ. നിയമജ്ഞൻ ചോദിച്ചില്ലേ കർത്താവിനോട് നിത്യരക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്? കർത്താവ് എന്താ പറഞ്ഞത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ലൂക്കാ 10-ാം അധ്യായം 27-ാം വാക്യം. അവനെന്താ പറഞ്ഞത്? എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം എല്ലാത്തിനേക്കാൾ ഉപരി നിനക്കൊരു കുരിശ് വരുമ്പോൾ, രോഗം വരുമ്പോൾ, കടം വരുമ്പോൾ
നിനക്കൊരു ഓപ്ഷൻ തരികയാണ്. എന്താണ്? നീ എല്ലാത്തിനേക്കാളുപരി നിന്റെ കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? 10 കൽപ്പന നിബന്ധന എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, അല്ലേ? പഴയ ഉടമ്പടിയുടെ നിബന്ധന എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. പുതിയ ഉടമ്പടി നിബന്ധന എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. എന്താണ്? നിങ്ങൾ എന്നെ കാല് കഴുകിയതിനു ശേഷം കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ, ശരിയല്ലേ? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. യോഹന്നാൻ 13:13. പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോഴും കർത്താവിൻ്റെ 1-ാം പ്രമാണത്തിന് മാറ്റമില്ല. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ദാറ്റ് ഈസ് കറക്റ്റ്, അത് ശരിയാണ്. നിന്റെ കർത്താവും ഗുരുവുമായി ഞാൻ നിന്റെ പാദം കഴുകിയെങ്കിൽ നീ പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നത്. അതാണ് ഉപവിപ്രവർത്തനം. ഉടമ്പടിയിൽ ഉപവിപ്രവർത്തനങ്ങളില്ലേ? എൻ്റെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീത വരുവിനെന്ന് പറയണത് എന്താണ്? കർത്താവ് ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ആ ഉടമ്പടിയുടെ അരൂപിയോട് യോജിക്കാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കർത്താവ് അനുവദിച്ചു. ആരാണത്? ജൂദാസ്. അവന് എന്താണ്? ആ ഉടമ്പടി പങ്കില്ല. ഉടമ്പടി എന്തിനുള്ളതാണ്? കർത്താവിൻ്റെ ഉടമ്പടി നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിത്യതയ്ക്ക് വേണ്ടി ഉടമ്പടിയിൽ എന്താ ഉള്ളത്? സഹോദരനെ ശുശ്രൂഷിക്കണം, ദൈവത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കണം. അതാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതക്രമമാണ് സഹോദരങ്ങളെ. ഉടമ്പടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ഇഹത്തിലും പരത്തിലും നിങ്ങൾ നിലനിർത്താനുള്ള ദൈവിക സംവിധാനമാണ്. കൈ അടിച്ചു കർത്താവാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിബന്ധനകൾ കർത്താവെ കൃത്യമായി പാലിച്ച് ഉടമ്പടി പ്രമേയങ്ങൾ പാലിച്ച് അനുഗ്രഹവും വിശുദ്ധിയും പ്രാപിക്കാൻ, ദൈവകൃപ പ്രാപിക്കാൻ എല്ലാ നിയോഗങ്ങളും ഈ ആരാധനയിൽ സമർപ്പിച്ച് മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി കരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധന വീശി ആരാധന 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 അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, എല്ലാ രോഗികളെയും ഇവിടെ ഉള്ളവരെയും ഞങ്ങൾ ആരുടെ സൗഖ്യത്തിനായി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ, ഞങ്ങളുടെ അടുപ്പമുള്ള, ഞങ്ങളുടെ പരിചയത്തിലുള്ള, വീട്ടിലുള്ള എല്ലാ രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. ഈശോയെ, മാരകരോഗങ്ങള്, വ്യാധികള്, വാതരോഗങ്ങള്, രോഗങ്ങള്, മുത്രാശ രോഗങ്ങള്, കല്ലുകള്, രോഗങ്ങള്, രോഗങ്ങള്, രോഗങ്ങള് നാമത്തില് കർത്താവേ,
രോഗങ്ങള്, രോഗങ്ങള് സൗഖ്യപ്പെടുത്തണമെന്ന് അത് പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ബോധിച്ചിട്ടായിരിക്കട്ടെ. ഈ പിൻകഴുത്തിന് അരച്ചാൻ താഴെ നടുമുതുകിലെ ഒരു പിടുത്തമുണ്ട്. ശ്വസിക്കുമ്പോൾ വേദനയുണ്ട്. അവിടുത്തെ ശരീരഭാഗം ഉള്ളിൽ എന്തോ ഒരു കേടായിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. സൗഖ്യത്തെ നന്ദി പറയുന്ന ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉദര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടൽ രോഗികളെ, കുടൽ രോഗികളെ, അൾസർ രോഗികളെ, അൾസസ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയ രോഗികളെ, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവരെ യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ആന്തരിക രോഗമുള്ളവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അൾസർ രോഗികളെ അങ്ങ് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരാധന യേശുവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിരുന്നു. എല്ലാവരും ദൈവം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ബോധിച്ചുണ്ടായിരിക്കട്ടെ. നെറ്റിയിൽ പൊട്ടിച്ചൊറിഞ്ഞു വരാം. ചില സമയത്ത് പഴുത്ത് നിൽക്കും. ചില സമയത്ത് വെള്ളം ഇങ്ങനെ ഒരു എണ്ണ പോലെ ഒരു കൊടുത്ത ദ്രാവകമായി മാറും. ആ വ്യക്തി തലയുടെ അകത്തുള്ള ആ വ്യക്തിയുടെ രോഗത്തെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, കളർ മാറിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ നിറമായി വെള്ള നിറമായി കളർ മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് കിഡ്നികളെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, എല്ലാ അസ്ഥികളെയും അസ്ഥിക്കുഴകളെയും സ്പർശിക്കണമേ. നാഡി ഞരമ്പുകളെ സ്പർശിക്കണമേ. ഹൃദയ രോഗങ്ങള്, കണ്ണിന്റെ രോഗങ്ങള്, ചെവിയുടെ കേൾവിക്കുറവുകള്, പിൻകഴുത്തിലെ സ്പോണ്ടിലോസിസ് രോഗങ്ങള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയാണ്. അതിനെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഇപ്പോൾ സ്പോണ്ടിലോസിസ് രോഗികളെല്ലാം ഈശോ സ്പർശിക്കുന്നു. വിശ്വാസത്തോടെ കരഞ്ഞപേക്ഷിക്കട്ടെ. കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറിയതിൽ ആദ്യമായി തന്നെ അമ്മയോടും ഈശോയോടും ആയിരം നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോബി ബിജു. ഞങ്ങൾ മുരിങ്ങൂർ, ചാലക്കുടിക്കടുത്തുള്ള മുരിങ്ങൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 3-ാം തീയതിയാണ്. എനിക്ക് വളരെ അപൂർവമായൊരു അസുഖമായിരുന്നു, മോർവാൻ സിൻഡ്രം എന്ന് പറയും. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത ശരീരം മൊത്തം അസുഖമാണ്. ശരീരം മൊത്തം വേദന, ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവും, 300 വരെ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട്. പിന്നെ എല്ലാ ദിവസവും തലവേദനയാണ്. പിന്നെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും വേദനയില്ലാത്ത ഭാഗങ്ങളില്ല. ശരീരത്തിൽ മൊത്തം മയോക്കീമിയ എന്ന് പറയും, ഒരു ഇടിപ്പ് വരും എപ്പോഴും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേദന സഹിക്കില്ല. പെയിൻ കില്ലർ കഴിച്ചാൽ പോലും വേദന മാറാറില്ല. ഇടയ്ക്ക് ഞാൻ വീഴും. ഒരു പ്രാവശ്യം വീണ് എൻ്റെ കാലിൻ്റെ 2 എല്ലൊടിഞ്ഞു പോയി. എനിക്ക് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഫാറ്റ് എംബോളിസം വന്നു. മജ്ജയുടെ അംശം ഹാർട്ടിലേക്ക് കയറിപ്പോയി. വളരെ സീരിയസ് ആയിരുന്നു. 2018 എംബോളിസം വന്നത്.
അപ്പോഴാണ് പിന്നെ എൻ്റെ രോഗം മൂർജിച്ചു പോയത്. പിന്നെ എനിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യണോളം തോന്നും. ഒരാൾ സംസാരിക്കുമ്പോൾ രണ്ട് ചെവിയിലും രണ്ടൊച്ചയായിട്ട് കേൾക്കും. അങ്ങനെ ഈ രോഗത്തിന് അപൂർവമായ ഓരോ അവസ്ഥകളാണ്. ചില സമയത്ത് നമുക്ക് പേടി തോന്നും. ആ ഒരു സമയത്ത് ഞാൻ വീണ് കിടക്കുമ്പോൾ എനിക്ക് കൃപാസന പത്രം ആരോ എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിരുന്നു. ഞാൻ ആ അമ്മയുടെ ആ പത്രം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇതിന് രോഗം കണ്ടുപിടിച്ചപ്പോൾ ഈ രോഗത്തിന് ആകെയുള്ള ചികിത്സ എന്ന് പറയുന്നത്, ഒന്ന് പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യുക, രണ്ട് റിട്ടിക്സിമാവ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാൻ എനിക്ക് വളരെ റിസ്ക് ആയിരുന്നു. എനിക്ക് പ്രഷർ ചിലപ്പോഴൊക്കെ 20-ലേക്ക് 30-ലേക്കൊക്കെ എത്തും. ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവണ കാരണം പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യൽ നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങൾ റിട്ടിക്സിമാവ് എന്നൊരു ഇഞ്ചക്ഷൻ ഫോളോ ചെയ്തു. അങ്ങനെ അത് 3 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ചെയ്ത് 22 ഇഞ്ചക്ഷൻ 1 ഗ്രാം വെച്ച് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ മരുന്നിനൊരു ആൻറ്റിബോഡി ആയി. പിന്നെ ആ മരുന്ന് ഫലിക്കാതെ വന്നു, ഓക്സിജൻ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നെ 3 മാസം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 2 മാസം കൂടുമ്പോൾ ചെയ്യണമെന്ന്. 1 ലക്ഷം രൂപയോളം ആവും ഒരു ഇഞ്ചക്ഷൻ ആസ്റ്റർ മെഡ് സിറ്റിയിൽ ചെയ്ത് പോരുമ്പോൾ. ഞാൻ പിന്നെ വിചാരിച്ചു ഇതിലും ഭേദം മരിച്ചു പോകണമാണ്. ഇനി 2 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈസ മൊത്തം ഉണ്ടാവുക? അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന കേസ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മേ എനിക്കും അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം, അതിനുള്ള വഴി അമ്മ ഒരുക്കി തരണമെന്ന് ഞാൻ പിന്നെ തുടർന്ന് എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ വന്നു പെട്ടെന്ന് വീണൊക്കെ കാരണം കൊണ്ട് യാത്ര ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. 6 വർഷത്തോളം ഞാൻ യാത്ര ചെയ്യാതെ എവിടേക്കും പോവാതിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ കൃപാസനമ്മയുടെ ഉടമ്പടി പുസ്തകത്തിലെ പ്രാർത്ഥനയും മെഴുകുതിരിയൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളത്തിരി എത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും. കാലത്തും വൈകുന്നേരത്തും പ്രാർത്ഥനകൾ എത്തിക്കും, ബൈബിൾ വായിക്കും. പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഈ ഓക്സിജൻ ഫുള്ളിങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് അറ്റ കഴിക്കണോണം പ്ലാസ്മ മാറ്റാനായിട്ട്. ഞങ്ങളുടെ ഡോക്ടർ വില്ലിംഗ് ആയിരുന്നു, പക്ഷേ പ്ലാസ്മ എക്സ്ചേഞ്ച് നെഫ്രോളജിസ്റ്റുകളാണ്, അവർ സമ്മതിച്ചില്ല, ഇത്രയും റിസ്ക്കായ ഒരവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് പ്ലാസ്മ മാറ്റി തരണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മരിക്കണതാണ് നല്ലത്. ഞാൻ പറഞ്ഞു പൈസ ഇല്ല, ഇനി എത്രത്തോളം പൈസ ഇനി ഇതിന് വേണ്ടി വരുമെന്ന് അറിയില്ല, മരണം വരെ ഇഞ്ചക്ഷൻ പിന്തുടരാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന കൃപാസനമ്മയുടെ പ്രാർത്ഥന കാലത്തും വൈകാരം ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഡോക്ടറിൻ്റെ കോള് വന്നു. അവർ പകുതി വില്ലിങ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 24 ലൂർദ് ഹോസ്പിറ്റലിൽ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഞാൻ കൃപാസനമ്മയുടെ എൻ്റെ കയ്യിലുണ്ടായി. അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല, ചെറിയൊരു ലോക്കറ്റും പിന്നെ ആ ഉടമ്പടി ബുക്കുമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ എന്നെ ICUലേക്ക് കയറ്റിയപ്പോൾ ഈ ഉടമ്പടി പുസ്തകവും കൃപാസനമ്മയുടെ ആ ലോക്കറ്റും എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ICUൻ്റെ ഉള്ളിലുണ്ടായി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പ്രഷർ വളരെയധികം കുറഞ്ഞു പോയി, 20-ലേക്കൊക്കെ എത്തി, വളരെ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഞാൻ പിറ്റേ ദിവസം പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് റൂമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൃപാസനമ്മയുടെ ഉപ്പ് കലക്കി നാരങ്ങ വെള്ളം കലക്കി കൊണ്ടുപോയി. അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ 6 എപ്പിസോഡും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ പിന്നെ എനിക്ക് എൻ്റെ അസുഖത്തിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഇപ്പോൾ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ കൃപാസനമ്മയ്ക്ക് 1000 നന്ദിയും സ്തുതിയും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകന് ഇതിൻ്റെ ഇടയിൽ എൻ്റെ മകനൊരു ദിവസം അപ്പോൾ എനിക്ക് ഈ അസുഖം ഞാൻ അസുഖത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി പോകുന്തോറും എൻ്റെ മക്കൾ ദൈവവിശ്വാസത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് വരുന്നു. അവർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, എല്ലാ ദിവസവും എന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിശ്വാസ പ്രമാണം എത്തിച്ചു തന്ന് എനിക്ക് കുരിശ് വരച്ചിട്ടാണ് അവർ ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഈ ഒരു അസുഖം വെച്ചതിൽ എൻ്റെ മക്കൾ ഒരുപാട് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് സാധിച്ചതിൽ അമ്മയോട് 1000 നന്ദി ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം അവന് പെട്ടെന്നൊരു നെഞ്ചിലേന വന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചാലക്കുടി സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുവന്നപ്പോൾ ECGയും ട്രോപ്പയും പോസിറ്റീവായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു 18 വയസ്സായ കുട്ടിക്ക് ഇത്രയും വരണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നില്ലെങ്കിൽ ലിസിയിലേക്കോ അല്ലെങ്കിൽ അമൃതയിലേക്കോ എത്തിക്കണം എന്ന് പറഞ്ഞു. ആകെ പേടിച്ചു പോയി. എനിക്ക് ഇത്രയും അസുഖം വന്നിട്ട് പോലും ഞാൻ അത്രയും പേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ
എൻ്റെ ജീവൻ എടുത്താലും എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം, അവനൊരു ആപത്ത് സംഭവിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ അമൃതയിൽ ICU ബെഡ് ഇല്ലാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി അങ്കമാലി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വെച്ചപ്പോൾ അവിടേക്ക് പെട്ടെന്ന് കയറി. അവിടെ അവർ ഈ ടെസ്റ്റ് എൻ്റെ രണ്ടാമതും ചെയ്തപ്പോൾ അതേപോലെ തന്നെയുള്ള റിസൾട്ടാണ് കാണിച്ചത്. പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഹാർട്ടിൻ്റെ MRI എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. MRI എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് അറ്റാക്കിൻ്റെ അല്ല, മറിച്ച് ഹാർട്ടിന് നീർക്കെട്ട് വന്നിട്ടാണ്. 2 മാസം കഴിയുമ്പോൾ 2 മാസം വരെ നല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറിപ്പോണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ കൃപാസനം ഉടമ്പടി ഉപ്പും തേനും പിന്നെ കൃപാസന ഉടമ്പടി തൈലവും ഞാൻ അവൻ്റെ നെറ്റത്ത് തേച്ച് അവന് കുരിശ് വരച്ച് എല്ലാ ദിവസവും 2 മാസത്തോളം ഞാനത് ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് രണ്ടാം മാസം ഈ ടെസ്റ്റുകളൊക്കെ ആവർത്തിച്ചപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അതിന് എൻ്റെ കൃപാസനമ്മയോട് 1000 നന്ദി സ്തുതിയും പോയിച്ചയും അർപ്പിക്കുന്നു. ഇതിനിടയിൽ ഞങ്ങൾ ഇവന് +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവന് പുറത്തേക്ക് പോയി നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ആധാരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊടുത്തതിന് ശേഷം ആധാരം നോട്ടറി പറഞ്ഞു നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ആധാരം വന്ന് തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത കാശ് രൂപം കൊണ്ടുപോയി ഞാൻ നോട്ടറിയുടെ അടുത്തേക്ക് ചെന്നു. ബാഗിൽ നിന്ന് ഉടമ്പടി എടുത്താൽ ആ കാശ് രൂപം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ്. അപ്പം ആ നോട്ടറി പറഞ്ഞു എന്നാൽ ഞാൻ രണ്ടാമതും വാല്യുവേറ്റർ ഒന്നുകൂടി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ വാല്യുവേറ്റർ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നവംബർ 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനുശേഷം വാല്യുവേറ്റർ വരുന്നതിന് മുമ്പ് ഞാൻ ഉപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോയ മണ്ണും ഞാൻ ആ സ്ഥലത്ത് ഞങ്ങളുടെ അതിർത്തികളിൽ ഞാൻ ഇട്ടു. വാല്യുവേറ്റർ വന്നപ്പോൾ വാല്യുവേറ്റർ പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവന് പോകാനുള്ള ലോൺ പാസ്സായി. പിന്നെ സ്ഥലം ഓസ്ട്രേലിയ ആണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ആദ്യം വെച്ചത്. അപ്പോൾ ഇവന് PTA പരീക്ഷ 3 പ്രാവശ്യം എഴുതിയിട്ടും സ്കോർ കിട്ടിയിരുന്നില്ല. ഇൻഡിവിജ്വലും ഓവറോളും കൂടി 65 വേണം. അവന് 67 ഉണ്ടെങ്കിലും ഒരെണ്ണത്തിൽ 1 പ്രാവശ്യം എഴുതിയപ്പോൾ 62ആയി. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയ ഉപേക്ഷിച്ച് UK നോക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ ഏജൻസിക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇനി UK നോക്കണുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഫ്രണ്ട് വിളിക്കുകയാണ്, ജോളി എന്ന് പേരായിട്ടുള്ള. അവൾ പറഞ്ഞു അവൾ ഉടമ്പടിയിലാണ്. അമ്മ നമ്മുടെ കൂടെ ഇല്ലേ, കൃപാസനമ്മ നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ ജോബ് എന്തിനാ വിഷമിക്കണേ, എന്തായാലും അവനെ കൊണ്ട് ഒരു പ്രാവശ്യം കൂടി പരീക്ഷ എഴുതിപ്പിക്കും, പൈസ ഞാൻ തരാം. 17,000 രൂപയാണ് ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിക്കുന്നതിന്, ഞാൻ അടച്ചോളാം പൈസ, എന്തായാലും അവനെ കൊണ്ട് ഒരു പ്രാവശ്യം എഴുതിക്കും. ഇവനോട് പറഞ്ഞു അമ്മയെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ടാവുമെന്ന് ഞാൻ പഠിച്ചെഴുതി, മാർക്കൊന്നും ഇത്രയും ഇതിലും കൂടുതലും കിട്ടില്ല എന്ന് കുറേ പറഞ്ഞെങ്കിലും അമ്മയോട് ഞാൻ ഈ ഒരു അമ്മ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ആ വാക്ക് എൻ്റെ ചെവിയിൽ ഉൾക്കൊണ്ട ആ ഒരു ബോധ്യത്താൽ ഞാൻ ഇവനെ കുറേ നിർബന്ധിച്ച് പരീക്ഷ എഴുതിപ്പിച്ചു. ഡിസംബർ 10-ാം തീയതിയാണ് അവൻ പരീക്ഷ എഴുതണേ. ഡിസംബർ 10-ാം തീയതി പരീക്ഷ എഴുതിയിട്ട് അവനും ഉടമ്പടി എടുക്കാനായിട്ട് ഡിസംബർ 12-ാം തീയതി ഇവിടെ വന്ന് മെയിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു റിസൾട്ട്. അപ്പോൾ അതിക്ക് മുന്നേ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഇവിടെ ടോക്കൺ നമ്പർ കിട്ടിയത് 69ആണ്. അപ്പോൾ ഞാൻ അന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ മകന് പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് തന്ന ഈ ടോക്കൺ നമ്പറിലുള്ള മാർക്ക് തന്നെ എനിക്ക് എൻ്റെ മകന് മാർക്കായിട്ട് തരുമോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ 12-ാം തീയതി വന്ന് അപ്പം ഞാൻ മെയിൽ നോക്കാൻ പറഞ്ഞു ഉടമ്പടി എടുത്തതിന് ശേഷം മെയിൽ നോക്കാമേന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം 12 മണിയായപ്പോൾ മെയിൽ നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അമ്മയോട് ചോദിച്ച അതേ മാർക്ക് തന്നെ, അതേ ടോക്കൺ നമ്പറിൽ കിട്ടി, അതേ നമ്പർ തന്നെ 69 കിട്ടി. എൻ്റെ മകന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള PTA പരീക്ഷ പാസ്സായി. പിന്നെ അതിനുശേഷം പിന്നെ വിസ വരാനായിട്ട് ഓസ്ട്രേലിയ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. ഓസ്ട്രേലിയക്ക് വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. വിസയ്ക്ക് 97,000 രൂപ വെച്ച് നിങ്ങൾ പൈസ വെറുതെ പോവുള്ളൂ, നമുക്ക് ഓസ്ട്രേലിയ നോക്കണ്ട. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ കൃപാസനമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ, ഞങ്ങൾക്ക് സാധാരണക്കാരായ ആൾക്കാരാണ്, ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബാങ്കിൽ. ആകെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ 5.5 സെൻറ്റ് സ്ഥലവും 2-3 കട റൂമാണ്. ഓസ്ട്രേലിയക്കൊക്കെ വിസ കിട്ടണമെങ്കിൽ ഡെപ്പോസിറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കൃപാസനമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ മകന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ വന്നു. ഈ മെയ് 8-ാം തീയതി അവൻ ഓസ്ട്രേലിയക്ക് പോവാണ്, നഴ്സിങ്ങിന് പഠിക്കാനായിട്ട്, നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പോവാണ്.
പിന്നെ ഇവൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ ഇവൻ്റെ കയ്യിൽ കൃപാസനമയുടെ എൻ്റെ കയ്യിലുള്ള ചെറിയ ലോക്കറ്റും പിന്നെ ഉപ്പും പരീക്ഷ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഉപ്പ് നാവത്ത് വെച്ച് കുരിശ് വരച്ചു, അതേപോലെ തന്നെ ഉടമ്പടി തൈലം പുരട്ടി, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവനെ വിട്ടത്. പരീക്ഷ അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞത്. പണ്ടത്തെയൊക്കെ പോലെ തന്നെയാണ് പരീക്ഷ എഴുതിയിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ച മാർക്ക് തന്നെ തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ തന്നെ ഞാൻ കൃപാസന പത്രം ഇവിടെ നിന്ന് പിന്നെ ഞാൻ എല്ലാ മാസവും വന്ന് ഉടമ്പടി എടുത്തവൻ എല്ലാ മാസം മുടങ്ങാതെ വന്ന് കൃപാസന പത്രം വന്ന് ഇവിടുന്ന് കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. ഞാൻ പറയുമ്പോൾ കൃപാസന പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അമ്മയുടെ അനുഗ്രഹം കൂടി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കാറ്. പിന്നെ അവസാനം അവരോട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ അവരോട് പറഞ്ഞ വാക്ക് ഞാൻ നിറവേറ്റാനായിട്ട് ഞാൻ പത്രം കൊടുത്ത എല്ലാവരുടെ നിയോഗങ്ങളും എല്ലാവരുടെ പ്രാർത്ഥനകളും അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പാണ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ. ആരെങ്കിലുമൊക്കെ ഡ്രസ്സിൻ്റെ കേസിൽ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവർക്കൊക്കെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ചുരിദാർ സഹായമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലേക്കൊക്കെ ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പനെ ഞാൻ 6 വർഷമായിട്ട് ഞാൻ പുറത്തേക്കൊന്നും പോയിരുന്നില്ല, വീഴ്ച പേടിച്ചിട്ട്. അത് പിന്നെ ഞാൻ ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ മുന്നിൽ പാവപ്പെട്ടവരായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മാതാപിതാക്കളില്ലാത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും, മാതാപിതാക്കൾ ഉണ്ടായിട്ട് ഒരുപാട് മക്കളുകൾ നോക്കാതെ നടക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഞാനൊരു കൊന്ത എത്തിക്കും. പിന്നെ വിശ്വാസ പ്രമാണം ഒരു കൊന്ത ഫുള്ള് ഒരു ദിവസം എത്തിക്കും. എത്രയെന്തേള മാതാവ് ഒരു കൊന്ത ഫുള്ള് എത്തിക്കും. ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഉടമ്പടി ആരാധന കൂടാറുണ്ട്. പിന്നെ ഇന്നത്തെ ഉടമ്പടി ലൈവായി ദർശിക്കാമെന്ന് പറഞ്ഞിട്ട് 2 മണി തൊട്ട് 4-4:30 വരെ ഞാനത് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ ആ ഫോൺ ഓണാക്കിയിരുന്ന് അതിൽ ദർശിച്ചിട്ട് ഞാൻ എൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഞാൻ അതിൽ എഴുതിയിടാറുണ്ട്. അമ്മ പറഞ്ഞതിനോട്ട് കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഉടമ്പടി എടുത്ത പിന്നെയാണ് എല്ലാ കാര്യങ്ങളും ശരിയായേ. ഈശോയ്ക്കും മാതാവിനും 1000 പേരെ നന്ദി. എനിക്ക് വന്നിരിക്കുന്ന രോഗം മോർമാൻ സിൻഡ്രം എന്ന് പറയുന്നത് ലോകത്തിൽ 14 പേർക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു രോഗമാണ്. അത് മാറാനായിട്ട് ഒരു വഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ 3 ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ 5 ഞാൻ റിവ്യൂവിന് ചെന്നപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ടുകളൊക്കെ കണ്ടിട്ട് ലൂർദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത്, ഏറ്റവും ആദ്യം എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഓ മൈ ഗോഡ് എന്നാണ് പറഞ്ഞത്. അത്രയും പോലും ഡോക്ടർ പോലും വിശ്വസിച്ചിരുന്നില്ല എൻ്റെ അസുഖം മാറുന്നുള്ളത്. തിരിച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്.